അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ എല്ലാ വീഡിയോയും സ്വാഗതം പറയണില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ഞങ്ങളുടെ വീട്ടിലേക്കും എന്റെ ഹൃദയങ്ങളിലേക്കും ഹൃദയത്തിന്റെ ഉള്ളിലെ ലിവറിന്റെ ഉള്ളിലേക്കും ലിവർ പിന്നെ ആണോ ആയിക്കോട്ടെ എല്ലായിടത്തും നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഇമ്മ ഇപ്പ എന്നുള്ളത് എന്താ പറയാ ജീവിതത്തിൽ വളരെ അവിഭാജ്യ ഘടകമാണല്ലോ. അപ്പോൾ നോക്കുന്നത് അവിഭാജ്യ ഘടകം നമുക്കറിയില്ല. പിന്നെ അവരുടെ നിജന്റെ അവിഭാജ്യ ഘടകം അല്ലേ ആണോ? അല്ല, ഇമ്മിപ്പിയാണ്. അപ്പൊ ഗായ്സ് ഇമ്മിപ്പിയും തറവാട്ടിലായിരുന്നു. എന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ അവിടുത്തെ പരോള് കഴിഞ്ഞിട്ട് ഇവിടെ പരോള് വന്നിരുന്നു. കാരണം നമ്മൾ വിളിച്ചു വരുത്തിയാണ്. കാരണം ഉമ്മാക്ക് ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. ഇത്തരത്തിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഉമ്മയുടെ വന്നുമ്മാങ്ങൾ പോയിട്ട് കുറെ ഐസായിരിക്കും. ഇങ്ങനെ പൂരിയാണ്. എനിക്ക് നിങ്ങളെ കാണാതെ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. അപ്പൊ എന്താ പറയുക, ഇമ്മ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് ഞാൻ പുറത്തൊന്നും മോട്ടി ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഉമ്മ ഇപ്പൊ ഉണ്ടെങ്കിൽ മോട്ടിക്ക് എന്താ വെച്ചാൽ കമ്പനി ആയല്ലോ. പിന്നെ കുട്ടികൾക്ക് ഉമ്മാനെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ നേരെ ഇമ്മാന്റെ കടക്കുള്ളൂ വന്നു കഴിഞ്ഞാല് ഇങ്ങോട്ടൊന്നും അറിയാം ഇപ്പൊ ചെയ്യാ ഞാൻ നിങ്ങൾക്ക് കിടക്കണോ ഉമ്മ പാകല്ലേ അറിഞ്ഞോളൂ. പാവാണ്. അപ്പൊ ഉമ്മാൻ അത്ര ഇഷ്ടമാണ് കടത്തുന്നത്. അപ്പൊ ഞാൻ തന്നെ ഉമ്മാന്റെ കടത്തുള്ളൂ. അപ്പം ഇമ്മ ഉണ്ടായ വന്ന പ്രത്യേകത ഫസ്റ്റ് പ്രത്യേകത എന്താ പറയുന്നത്, ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഞാൻ ആ ഭീകരന്റെ ആ സ്ലാബിന്റെ മൂലൊക്കെ പോയി അമ്മ റാക്കും നട്ട് നാലും ഇങ്ങനെ അടി ഇങ്ങനെ ഇരിക്കും. ഇമ്മിപ്പം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ വെക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പിന്നെ കുട്ടികളോട് ഒറ്റക്കല്ലെന്ന് കരുതിയിട്ട് ഞാൻ പോലെ അഡ്ജസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രാവിലെ നീച്ച് പണിക്ക് പോയിരുന്നു. ഞാൻ പറഞ്ഞാണ് ഇപ്പൊ പണിക്കൊന്നും പോണ്ട, ഇവിടെ സുഖമായിട്ട് കിടന്നോളി. പക്ഷെ ഞാനും പണിക്കോളൂ എന്നും പണിക്കോളൂ. അതുകൊണ്ടല്ല എന്താണോ ഇപ്പൊക്കെ ഇപ്പൊ 50 വയസ്സായില്ലേ. ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഇന്ന് ഞാൻ പാട് പറഞ്ഞാൽ ഇപ്പൊ കായിട്ട് റെസ്റ്റ് എടുക്കും. അപ്പൊ റെസ്റ്റ് എടുക്കാൻ പാടില്ല ഈ പ്രായത്തിൽ. ഈ പ്രായത്തിൽ ഞാൻ റെസ്റ്റ് എടുക്കൂല. എന്നോട് വെച്ചാൽ പല പ്രായത്തൊക്കെ നമുക്ക് പെട്ടെന്ന് വയസ്സ് വരും. കൈയിനത്ര പണിയെടുത്തോട്ടെ എന്നിട്ട് ഇവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യുക നല്ലത്. അതായത് ഇപ്പാനെ പണിയെടുപ്പിച്ചാൽ അതുകൊണ്ടല്ലോ ഗൈസ്. നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ അല്ലെന്നില്ല ഇപ്പാനെ നോക്കാനുള്ളത് ഇതൊക്കെ നമുക്ക് ഉണ്ട്. പണിമാരെ നോക്കാനുള്ളത് ഒരു വരാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു തറവാടായാലേ എല്ലാവർക്കും അറിയാം. തറവാടായിക്കാൻ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ ഈ നൂൽപുട്ട് കുത്തിക്കരട്ടെ. ഇനി ഇപ്പം വന്നതല്ല. അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് സ്പെഷ്യലായിട്ട് ഓൾക്ക് എന്താ വണ്ടി മുട്ടിയെ ബീഫാണ് ഉമ്മാക്ക് ഇഷ്ടം, ഇപ്പാക്കും ഇഷ്ടം. കാരണം അല്ലല്ലേ കോയിന്ന് മടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ മന്തി എനിക്ക് ഇഷ്ടമല്ല. അപ്പം നെയ്ച്ചോറ് വെച്ചാല് മോട്ടിക്ക് ഒരു നെയ്ച്ചോറ് ഭയങ്കര ടേസ്റ്റാണ്. മോട്ടി ചില നെയ്ച്ചോറിനൊക്കെ ഓ. അപ്പം ആ നെയ്ച്ചോറ് എന്താ പറയാ അല്ല ഇറച്ചിപ്പോ ഞാൻ വാങ്ങാൻ പോകും. നെയ്ച്ചോറും അരി അവിടെ നിന്നാണല്ലോ കുഞ്ഞുപാട്ടറിന് എല്ലാം വാങ്ങിട്ട് ആ ഉള്ളി ഞാൻ മണിക്കൂറല്ല എത്താമത് എന്തും ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. നെയ്യിനാണ് ഭയങ്കര കൂടുതൽ. എന്റെ ആഡംബരം കുറച്ച് നിർത്താനായിരുന്നു. നെയ്യൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളൊരു ചെറിയൊരു ഇന്നത്തെ നമ്മൾ ദിവസം പറഞ്ഞൊരു വ്ളോഗാണ് ചെയ്യാൻ പോണത്. ഞാൻ ഇപ്പൊ ഇറച്ചി വാങ്ങാൻ പോകും. ഇവിടെ കൊണ്ടുവരും. വേറെ മലവടി കൊണ്ടാക്കും. പിന്നെ ഉമ്മാനായിട്ട് കച്ചറ കൂടും. കാരണം ഉമ്മാക്ക് കച്ചറ കൊടുക്കാൻ ഞാൻ വേണം. ഉമ്മാന്റെ 3 മക്കളിൽ ഉമ്മാനായിട്ട് കച്ചറ കൊടുക്കുന്ന ഒരേ ഒരു മകൻ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ കാര്യത്തിലുണ്ട് ഗൈസ്. കാരണം ഉമ്മാക്ക് ഇങ്ങോട്ട് കൊത്തണം. അപ്പൊ ഞാൻ ഇച്ചിമാട് കൊത്തണം. അപ്പൊ ഞങ്ങൾ കുത്തിക്കൊണ്ടേ കയറപ്പോഴും. അപ്പം ഇത് കഴിക്കട്ടെ. ബാക്കിയുള്ള വീഡിയോ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ വരും. ഓക്കെ ശരി. സാധനം വാങ്ങി വരാട്ടോ. ജിമ്മച്ചത് പോയിക്കട്ടോ. ഞാൻ പോവാൻ വേണ്ടി ഇറച്ചിക്കാണ്. ഉമ്മ നല്ല കാട് വിട്ടാണ്. അപ്പൊ അതിനോട് പണിക്കാരില്ല. നിങ്ങൾ എന്തിനാ പെട്ടെന്ന് ഓയ് ഇവിടെ വാ മതിയമ്മാ. ഇവിടേക്കേ കോൺക്രീറ്റ് എന്താ നിങ്ങൾ ഈ മതിനോട് ചാരിയിട്ട് ഞാൻ യൂസ്മാട് ചെയ്തത് മൊത്തം. എന്ത് ചെയ്താ നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് ചെടി വളരണ്ടാന്ന് കരുതിയിട്ടാണ് മതിൽമക്ക്. പക്ഷെ ഇതിപ്പം റോട്ടുമ്മയാണ് ഉണ്ടായിക്കണ മൊത്തം. ശരിക്കും നമുക്ക് ഈ റോഡ് സൈഡിൽ വെള്ളപ്പെയിന്റ് അടിച്ചാൽ പാടില്ല. ഇനി വേറെ ഏതെങ്കിലും പെയിന്റ് അടിച്ചിട്ടില്ലമ്മ. പൊടി പെട്ടെന്ന് പിടിക്കും. പണ്ട് വണ്ടികൾ ഇങ്ങനെ പോവല്ലേ. അരച്ച പോയ വണ്ടി പറയും. നിങ്ങൾക്ക് അരച്ചല്ല ഇഷ്ടം? മാമാന്ത് പോയിക്കാ. മാമാന്ത് കൂടിക്കാ. മാമാന്ത് കൂടി. മാമാന്ത് കൂടി. ഞാൻ പോവാണ് ഇപ്പച്ചി. ഇപ്പച്ചി എച്ചി വാങ്ങി വരാട്ടോ.
1 കിലോ ബിരിയാണി അടിക്കാം. പിന്നെ 1 കിലോ ഉള്ളി, 1 കിലോ ഉള്ളി, 1 കിലോ ബിരിയാണി. എന്തൊക്കെ മുഖത്തൊരു പുഞ്ചിരി ഇടരുന്നു വാ. എന്ത് ക്യാമറ പുഞ്ചിരി സ്മൈലാണല്ലേ. അതാണ് ഗൈസ് ഞാൻ സാധനം വാങ്ങുന്ന പീഡിയ. എന്റെ മാസ വരുമാനം തെറ്റിക്കുന്ന സാധനമാണ് ഈ സാധനം. ഒരു മതില്ലേ. പിന്നെ 1 കിലോ ഉള്ളി, സവാള. പിന്നെ ഇപ്പൊ എന്താ വേറെ ഒന്നും പറഞ്ഞിട്ടല്ലോ ഒട്ടിയാ. ഓ എന്താ പണി എന്നാ ഇതൊന്നും ആരും കണ്ടിട്ടില്ല. നമ്മള് പേരന്റെ ഈ സൈഡ് പണ്ട് കണ്ടായിക്കാരം ഉള്ളിൽ കയറില്ല കേട്ടോ. ഞാൻ പോവാണില്ല. വീഡിയോയിലല്ല. പിന്നെ എവിടെയാണ് മൂക്ക് എന്താ ജലസം പിടിച്ചു കൊണ്ടു. ഞാൻ പോട്ടോ. അതുകൊണ്ടാണ് നമ്മളല്ല കാട്ടിലാണ്. നേരെ നോക്കിക്കോ. നോക്കാം കുട്ടിയാ ഇങ്ങോട്ട് പോന്നാ. പോയി കുളിച്ചോ. വാലടിക്കുവാ ബാ. വാല് കൂട്ടിക്കണേ. ഇപ്പൊ പോവാൻ പറ്റൂലോ. ഞങ്ങക്ക് പനിയുണ്ടോ? ഇജോക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മോട്ടെ ഡി ഇജ് പോണ്ടോ? അന്റെ ഫ്രണ്ട് വന്നീനോ? ആരാ വന്നീനത്? ആരാ വന്നീനോ? വീട്ട് വീട്ടിൽ വന്നീനോ? നേരെ ഞാൻ ഇതിനെ വാല് കൂട്ടണത്. ഞാൻ പള്ളിക്ക് പോകുന്നൊക്കെ വാല് കൂട്ടണത്. വെച്ചിക്ക് പള്ളിക്ക് പോയി വന്നു കഴിഞ്ഞാല് നമ്മക്ക് എല്ലാവർക്കും ചോറൊക്കെ ഒപ്പരുത് തിന്നാല് നമ്മക്ക് എന്ത് ചെയ്യാ? കെട്ടിപ്പിടിച്ച് എന്താ കാട്ടുക? അതാണ് കെട്ടിപ്പിടിച്ച് ഉറങ്ങാറപ്പോ ഉമ്മ അപ്പൊ ഒന്ന് ജിന്റെ അപ്പാന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണ്ടേ? ജിമ്മമാനപ്പം കെട്ടിപ്പിടിച്ച് കിടന്നില്ലേ? അതടിന്റെ കാട്ടുന്ന് സ്പൂൺ വെറ്റി ഇജ്ജ് പോന്ന പള്ളിക്ക് പോന്നാ. എന്നാ ആടാ ആദ്യം ഉമ്മക്കാൻ വരും ഉപ്പച്ചിനടുത്തേക്ക്. നല്ല മുട്ട, നല്ല മുട്ട. മുടി വന്നു നോക്ക്. എന്ത് ഡാഡി ഇങ്ങോട്ട് വാ. പറ്റി പോവാണ് കേട്ടോ. പള്ളിക്കോണ മകന് എത്തപ്പാ ഇരുത്തോ. ഓ ആരൊക്കെ ചോദിക്കണേ സബ്സ്ക്രൈബ് ഫാനായിക്കണ വാള് ചോദിക്കുമ്പോ. ഞാൻ പോട്ടെന്നാ പള്ളിക്ക് പോയി കേട്ടോ. അനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പച്ചി. അനക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ? അവള് പോയിക്കോട്ടെ. അനക്ക് വാതിലിപ്പോ പൊളിച്ചു പേരാ. ആ കുഴപ്പമില്ല. ഇവിടെ കാണുന്നുണ്ട് ഞാൻ. അനക്ക് വേണ്ടി ഇപ്പച്ചി എന്താ പ്രാർത്ഥിക്കണ്ടേ? ബിരിയാണിയാ പ്രാർത്ഥിക്കണ്ടേ? വേറെ പ്രാർത്ഥിക്കണോ? ഞാൻ പോവാണ്. വായ പോട്ടെ. നേരായി അല്ലോ. ഇപ്പൊ പോലെ ഒട്ടകത്തിന് പോയിട്ടുള്ളൂ. ഓക്കെ ഒട്ടുള്ളു കയറിക്ക. ഉള്ളു കയറി പറ്റി പോവാണ്. വായ നടക്കട്ടെ. രാത്രി വെയിലാണ്. നോക്കി ഇവിടെ നിന്ന് നോക്ക്. അപ്പൊ എന്റെ കാല് പൊള്ളു എനിക്ക്. എന്നാലും ഓടിക്കോ ഡി മൊട്ടപ്പോ മൊട്ടക്കാ കുത്തുപ്പോ. കുത്തട്ടെ മുട്ട കുത്തട്ടെ. പോടി ഓടുന്ന് നോക്കാണി കൈസിന്റെ അടിയിൽ പോയിരിക്കണ്ടു. എടു ആടി ചെല്ലി ഈ ചാണി പറഞ്ഞ കുട്ടികൾ അവിടെ പോയിരിക്കും. ഞാൻ വായിലടക്കട്ടെ. പോയിട്ട് ഞാൻ പോവാണ്. വായിലടച്ചതാ. അല്ല ഇവര് ഉള്ളിൽ കയറില്ല. ഞാൻ പോവാട്ടോ. പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. ഇപ്പൊ വേറെ പള്ളിക്കാ പോയിക്കണത്. അവിടെ ഇമാമിന് എന്താ പറയാ കുറച്ച് നേരം വൈകും ജുമ്മ കഴിയണമെങ്കിൽ. പക്ഷെ നമ്മളെ വെല്ലപ്പേക്കത്തെ ഇമാമ് പെട്ടെന്ന് പരിപാടി തീർക്കും. കാരണം അവിടെ ഒരേ പണിക്കാരുണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ എത്തി. ഇപ്പം എത്തിയിട്ടില്ല. അപ്പം നേരെ 1:15 ആയിക്കണ്. നല്ലോണം പൈച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഫസ്റ്റ് നമ്മളെ വീട്ടിൽ കുറേ ദിവസം കഴിഞ്ഞ് വന്നല്ലോ. അപ്പോൾ ഒപ്പം ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയാണ്. അമ്മ അപ്പം വരുമോ? പൈച്ചിട്ട് കാണാൻ പറ്റാ. അപ്പം ഇവിടെ ആളുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. മോൾട്ടി കുട്ടിനെ ഉറക്കാൻ കൊണ്ടിരിക്കണ്. ചോറൊക്കെ റെഡി ആയിക്കണ്. നെയ്ച്ചോറും കോഴിയാണ്. നമുക്ക് കാണാം. നമുക്ക് നേരെ വിശേഷങ്ങളൊന്നും കാണാം. സുന്ദരി കോതേ അഞ്ഞു പറയും. ഇത് എന്ത് കേക്ക് നമ്മൾ ഉണ്ടാക്കണത്? എന്തിനാ കത്തിരിക്കണേ? ഫൈനൽ ലുക്കോ? അന്റെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് കൊടുന്ന ഫൈനൽ ലുക്ക് ഇതിന്റെ പേര് എവിടെ കിട്ടിയത്? ബിരിയാണി മാമ വേണോ? അത് വേണ്ട. അത് കൊണ്ടുവച്ചാ
നോക്കാൻ നിങ്ങൾ ഫ്രിഡ്ജിലേ മറ്റേ ഐസ് കട്ടക്കണ സാധനമാണിത്. ഐസ് ക്യൂബ് വെക്കണ സംഭവമാണ് ഇപ്പൊ എടുത്തുന്നത്. ഫ്രിഡ്ജ് കൊണ്ടുവച്ചാ ആ കല്ലേ കൊണ്ടിട്ടാ ചെടിയില് ആ കൊണ്ടേട്ട് കേക്ക് കൊണ്ടുവച്ചാ ഇത് കൊണ്ടേക്ക് വേറെ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ആൾക്ക് കുറച്ച് വാശി കൂടുന്നുട്ടോ കേട്ടോ. അടി കിട്ടിട്ടായിരുന്നു ഇവിടെ എന്നാ ഇതൊന്ന് കൊണ്ടുവച്ചപ്പോ പറഞ്ഞ കേക്ക് കേക്ക് വേണ്ട ഇത് കൊണ്ടുവച്ചാ മതി. എനിക്ക് ചോറാ വേണ്ടി ഉച്ചക്കര കേക്കല്ല വേണ്ടിയത്. നേരെ 1.25 ആയിട്ടുള്ളൂ. ഇപ്പൊ എന്റെ കേക്ക് നിൽക്കുക ഞാൻ ഇവിടെ അതിന് ചീത്ത പറഞ്ഞ എങ്ങനെ കാട്ടല് കുട്ടികള്. എന്റെ മൂക്കുണ്ട് പോയി മൂക്ക് കഴിക്കാം മമ്മ ചെയ്തരല് അതുകൊണ്ട് കുറച്ചെടുത്തോളി. എന്താ എന്റെ വിചാരം മൂക്ക് ഒലിച്ചിങ്ങനെ നടക്കുക പേരനുള്ളൂ കൂടെ അത് കൊണ്ടുവച്ചാണി വീട് രണ്ടാളും പപ്പാന കാട്ടലടി അങ്ങനെ ഞങ്ങളുടെ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ബീഫ്. അത് ആയിട്ടില്ലേ എന്താണ് ഇതെന്തോന്ന് യോ ആ കുറേ ഇറച്ചി കഴിക്കണത്. ആ ഓളവിടെ ചാറും ബീഫ് ചില്ലി രസമുണ്ടോ? ആ രസമുണ്ട്. ഉണ്ടാക്കിയ നല്ല രസമുണ്ടല്ലോ. ഇതുണ്ടാക്കിയോണ്ട് നീ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ കൊണ്ടേക്കട്ടെ. അപ്പം ആണുങ്ങൾക്ക് ഒന്നും പറ്റില്ല. എന്നാ പാസ് ചെയ്തോ? ഞാനൊക്കെ പാസ് ചെയ്ത് തന്നെ ഇത് ഏറ്റുടിമാ ഓളന്മാര് നക്കിത്തരം കാട്ടുന്നത്. ഏറ്റുടി ആ മഞ്ഞേരി ഇടണ്ട ഇങ്ങോട്ട് ജയിക്കും കളറില്ലേ ഏറ്റുടി മഞ്ഞ വേണ്ട ഒക്കെ മഞ്ഞ മഞ്ഞയും പച്ചക്ക ഉണ്ടായിക്കോട്ടെ. ഇന്നും ഉണ്ടാകുന്ന ഇജ് ചോറുന്നില്ല പോയിക്കാം ഇജ് പോയിക്കാം നീച്ചു പോ നീച്ചു പോ. ഇപ്പൊക്ക് ബീഫ് കൊടുത്തു നോട്ടിയെ ഏത് ഇറച്ചി ഉണ്ടോ അച്ചാറെടുത്ത് അല്ലാ അത് ചൂട് വട്ടും കുത്തൊന്നും വേണ്ട. എന്താ പറയാ ഉമ്മക്ക് പിന്നെ നെയ്ച്ചോറിട്ടില്ലല്ലോ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്താണ്. ഉമ്മ അതേ പറയും ഞാൻ വന്ന ഇറച്ചിയും കോയും വാങ്ങാൻ നിൽക്കണ്ട. എനിക്ക് തോന്നലുണ്ട് ഞാൻ ഇറച്ചിയും കോയും കാണാത്ത കുടുംബത്തിൽ വെച്ചാണ്. നല്ലോണം ഇറച്ചിയും കോയിന്ന് വരികയാണേ. ഇവിടെ പിന്നെ ഞാൻ പിന്നെ കൈപ്പങ്ങുപ്പേരി വാങ്ങി കൊടുക്കുന്നുണ്ട്. കൈപ്പങ്ങുപ്പേരി ബീംസ് ഉപ്പേരി മക ഏതാ ഇഷ്ടം? കൈപ്പങ്ങ ബീംസാ കൈപ്പങ്ങ എന്നാ മകക്ക് ഇത് വേണ്ടടി കൈപ്പങ്ങ കൊടുത്തലാം. ആയിട്ട് ചെന്നും കൈപ്പങ്ങ കൊണ്ടല്ലേ അല്ലേ എല്ലാരും വരി. ഞാൻ ഒറ്റക്ക് ലാസ്റ്റ് എനിക്ക് ചീത്ത പേരിട്ടു കാത്തിരിക്കാന്ന്. ഇപ്പൊ ചോറുന്ന വരുന്നുണ്ട്. ഇപ്പൊ കുപ്പാടാൻ പോയിക്ക എന്നാ പ്രത്യേകം വന്നിക്കണ് മനസ്സാ നിങ്ങളെങ്ങാനും വീടെടുക്കുമ്പോ കുപ്പാട വന്നാണ്ടല്ലോ. ആ ഇപ്പൊ വരുന്നുണ്ട് കഴിച്ച് എന്താ ഇപ്പൊ വരുന്നുണ്ടല്ലോ. ആ പിന്നെ കുപ്പാടപ്പം കുട്ടിയാ കുപ്പാടാന് ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ ആണുങ്ങൾ കുപ്പാടൂലമ്മ. ഇറച്ചി എന്താ കണ്ടിട്ട് മട്ടമ്മ നല്ല കണ്ടിട്ട് തന്നെ ആ വീഞ്ഞോ ഈ ചമ്പപ്പടം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അതേ ഞാൻ ചന്തക്കുന്ന് വാങ്ങിയ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇറച്ചി വാങ്ങണത്. എല്ലാവരും മൂത്ത് നോക്കുക. അപ്പൊ ഞാൻ ക്യാമറ വല്ല ഉള്ളിൽ വെച്ച് ഇതപ്പാ ചോറ് ഒരു നേരം വെച്ചിട്ടുള്ളൂ. ഇനി രാത്രിയോ വൈകുന്നേരം ആകുമ്പോത്തിന് തന്നെ ഇനി കൊണ്ട ബീഫുണ്ടോ? ഈ പപ്പടം വെക്കാൻ വേറെ പാത്രം കടിക്കാം. ഇതൊക്കെ പാടെ കൊള്ളൂല്ല. ഈ സ്മോൾട്ടി ഉണ്ടാക്കിയ ബീഫ് ചില്ലി എന്ന് വിളിക്കപ്പെടുന്ന എന്താണ് എന്താ നിങ്ങളുടെ തലയാണ് BDF. എന്താണ് കോഴി അത് എനിക്ക് ഈ ബിരിയാണി ഇത് നേരെ രസം തല്ലമ്മ. ബിരിയാണിയാണോ മന്തിയാണോ നെയ്ച്ചോറമ്മ ഇഷ്ടം? എന്താ നിനക്ക് ബിരിയാണി കൊടുത്തുടേനോ? മാപ്പിള നല്ലോണം നോക്കണില്ലല്ലോ. ചേട്ടാ ഇത്
കുറച്ച് ഇട്ടരിമാ എനിക്ക് ഈ സാധനം വേണ്ട കൊണ്ട് ഇത് തിന്നോ ഇതെന്തോ ലിവർ എന്തോ ആണ് മകസ്ഥ ലിവർ ഇതേതാ പിന്നെ മാങ്ങയും കുരുവോ ഏത് ഭാഷയപ്പ അത് ഇറച്ചി എന്ത് മാങ്ങ എന്ത് കുരു കേട്ടോ രസമുണ്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കല്ലടപ്പനെ കിട്ടുന്ന ആ ചോറും ചാറിൻ്റെ ഒക്കെ ഒരു ഫീല് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞത് കിട്ടണം അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല ഇനിമാ എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞു എന്നും ഞാൻ വീഡിയോ ഉണ്ടാവും പറയും നിങ്ങളെ ഫാൻസ് ഒന്ന് കണ്ടോ നിങ്ങളെ ഫാൻസിൽ പാടെ എന്ത് ഇതിലേ യൂട്യൂബിലേ പിന്നെ ഇമ്മ ഉണ്ടാകുമ്പോൾ വീഡിയോ രസം എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇമ്മ ഫാൻസ് എന്നൊക്കെ പറ കൊടുങ്ങൂന്നൊക്കെ മെസ്സേജ് അയക്കും ആണോ ഉമ്മ എന്നാ പിന്നെ മോട്ടിക്ക് റെസ്റ്റ് ആണ് ഓക്കെ എന്തുണ്ടെങ്കിലും ഉമ്മ അതൊക്കെ പോകുള്ളൂ എത്താ പെണ്ണേ ഓയ് ഇടയ്ക്ക് പണിക്കൊക്കെ ഉള്ളൂ ഇത് ഇങ്ങനെ വരുമ്പോട്ടപ്പ എന്തപ്പത് കാട്ടുക എന്നാ അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞ മോട്ടിയ ആരോട് ഞാൻ ഇന്നോട് പറയണ്ടി പറയും ബൈ പറയും